ഹലോ അസ്സാം വലൈക്കും. മുന്നോസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് മക്കളെല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? റാഹത്തല്ലേ? അൽഹംദുലില്ലാ നമുക്ക് ഒരുവിധം സുഖമാണ് കേട്ടോ. ഇത് നമ്മൾ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ. പിന്നെ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. കുറച്ച് നൈസ് പത്തിരി ഉണ്ടാക്കണോ. 6 കിലോ പൊടി കൊണ്ട് പത്തിരി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അതിനുള്ള പൊടി കുഴക്കാനും വെള്ളം വെച്ചിരിക്കുന്നത്. ഇത് 2 പാത്രത്തിലാക്കി കുഴക്കണം മക്കളെ, അല്ലാണ്ട് ഒന്നായിട്ട് ഇളക്കി കൂട്ടി എടുക്കാനാവില്ല, അല്ലെങ്കിൽ വട്ടച്ചെമ്പ് കൊള്ളിയില്ല. 5 കിലോ ഒന്നി ചെയ്യുമ്പോൾ കൊള്ളു, 1 കിലോ ആകുമ്പോൾ മാറ്റി വേറെ വട്ടച്ചെമ്പ് കുഴക്കേണ്ടി വരും. ഇങ്ങനെ 2 വട്ടച്ചെമ്പിലൊക്കെ വെള്ളം വെച്ച് കുഴക്കണം. ആദ്യം തട്ട് കുഴക്കട്ടെ എന്ന് വിചാരിച്ചത് കുഴച്ചിറക്കിയിട്ട് വേണം ചെറിയ വട്ടച്ചെമ്പിലോട് വെച്ചിട്ട് കുഴച്ചെടുക്കാൻ. അല്ലാണ്ട് ഇളക്കും ഇതൊന്നും അടിയിലേക്ക് എത്തൂല. ഇളക്കി കൂട്ടിയിട്ട് എത്തിയില്ലെങ്കിൽ പിന്നെ വെള്ളമൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ സെറ്റാക്കി എടുക്കുമ്പോൾ പത്തിരി നന്നാകുകയില്ല. എല്ലായിടത്തും വെള്ളം ഇങ്ങോട്ട് എത്തണമെങ്കിലും നമ്മളെ കുഴ നല്ല ആയി വരണം. ഇളക്കുന്ന നേരമുണ്ടല്ലോ, നമ്മൾ കയ്യിലോ കോലോ ഒക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കി കൂട്ടൂലേ, അന്നപ്പം തന്നെ നല്ല അങ്ങോട്ട് സെറ്റായി കിട്ടണം. എന്നിട്ട് ബാക്കി നമ്മൾ കുഴച്ച് നന്നാക്കി എടുക്കുകയും വേണം. കൈക്കിടുന്ന ഷോക്സ് കാണിയിട്ട് വല്ലാത്തൊരു പൊറുതിയറുണ്ട് മക്കളെ. കൈ ഇങ്ങനെ കാണുകയാണല്ലോ, അത് കാണിക്കാണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കണമെന്നാണ് വിചാരിക്കുക. ഷോക്സ് ആണെങ്കിൽ തിരിഞ്ഞത് കാണുന്നില്ല. പിന്നെ തോനെ തിരിയാനുള്ള ടൈം ഇട്ടില്ലാനും. എന്തായാലും വീഡിയോ എടുക്കുകയും വേണം, അപ്ലോഡ് ചെയ്യുകയും വേണ്ടേ. കൈ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തൊരു സമാധാനക്കേടാണ്. അങ്ങനെയാണെങ്കിലും വീഡിയോ ചെയ്യാണ്ടെന്നിട്ട് നിൽക്കുകയില്ല കേട്ടോ. ആരെങ്കിലും കമൻറ്റ് ചോദിക്കാൻ മതി, ഞാൻ പിന്നെ അങ്ങ് നിർത്തിക്കുക. ആളുടെ തോന്നുന്നു ഞാൻ കയ്യോ കാലോ കാണിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് നോക്കാം. അതൊക്കെ ശരിയാണ് കേട്ടോ. പിന്നെ ഓരോരുത്തരെയും താല്പര്യമാണല്ലോ അല്ലേ. അങ്ങനെ വെള്ളം തളിച്ചപ്പം കുറച്ച് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ച് പൊടി ഇട്ട് ഞാനെല്ലാം കൂടി ഇളക്കി കൂട്ടി ഇറക്കി വെച്ചതാട്ടോ. ഇത് ഇളക്കാനൊക്കെ വേറെ ആളുണ്ടായിരുന്നു, പോലെ ഞാൻ കാണിക്കാണ്ടിരുന്നാട്ടോ. ബാക്കിയാണ് പിന്നെ ഒന്ന് ഞാൻ ഇളക്കുകയാണ്. നല്ലോണം നിൽക്കണേ, കഴിക്കാവുന്ന ആൾക്കാർ വേണ്ടേ. നമ്മൾ പെണ്ണുങ്ങൾ കൊണ്ടൊന്നും അങ്ങനെ നിൽക്കി കൂട്ടാൻ കഴിയൂലല്ലോ അല്ലേ. ഏതായാലും ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിക്കുന്നത്. ഇനി അടുത്തേക്കുള്ള വെള്ളം വെച്ചിരിക്കുന്നത്. അത് പിന്നെ ഞാൻ സ്വന്തമായിട്ട് 1 കിലോനും 2 കിലോനൊക്കെ ഞാൻ തന്നെ ഇളക്കി കൂട്ടുകയും കുഴച്ച് വരത്തുകയൊക്കെ ചെയ്യും. ഇതിനൊക്കെ പിന്നെ ഹെൽപ്പ് വേണം, ആളില്ലാണ്ടൊന്നും അടുക്കൂലല്ലോ. ഈ വോയിസിൽ നിങ്ങൾക്ക് മഴ പെയ്യും പോലെയുള്ള സൗണ്ട് ഉണ്ടാവില്ലേ, അത് ഫാൻ ഇട്ട് വെച്ചിട്ടായിരുന്നു ഇട്ട സൗണ്ട്. ഞാൻ ഫാൻ ഓഫ് ആക്കിയതായിരുന്നു. ഫാൻ ഓഫ് ആക്കി ഞാൻ AC ഇട്ടതായിരുന്നു. ACക്ക് സൗണ്ട് കുറയല്ലോ, ഫാൻ നല്ല സൗണ്ട് ഉണ്ടാവും. ഫാൻ ഇടാണ്ട് AC ഇട്ട് നോക്കുന്നതിന് തണുപ്പൊന്നും നേടി എത്തുന്നില്ല മക്കളെ. തീരെ തണുപ്പില്ല, നല്ല ചൂട് തുടങ്ങിക്കുന്നതിനെ കൊണ്ടേ. പിന്നെ ഫാൻ ഇട്ട് ഓഫാക്കാനും മറന്നു. ഈ തണുപ്പ് വന്നിട്ട് ഓഫാക്കാൻ വിചാരിച്ചേ. അങ്ങനെ ഫാൻ ഓഫാക്കാൻ മറന്നു. അതാ വോയിസ് എടുത്തപ്പോൾ ഒരു പെരപരാന്നുള്ള സൗണ്ട് കിട്ടോ. അങ്ങനെ മക്കളെ നമ്മളെ വെള്ളമൊക്കെ നല്ലോണം തളിച്ചിരുന്നു. അതിലേക്ക് നമ്മൾ പൊടിയിട്ട് ഇങ്ങനെ നല്ലോണം ഇളക്കി കൂട്ടുക കേട്ടോ. ഈ ഇളക്കി കൂട്ടൽ ഉസാറായി വരണം. ഇത് വെള്ളം പോരാകുണ്ട്. ഞാൻ കെറ്റിൽ വെള്ളം വെച്ചിരിക്കുന്നത് അതേ സൂടിയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഞാൻ ഇളക്കി കൂട്ടി എടുക്കും കേട്ടോ. നിങ്ങൾ കാണിച്ചില്ല, വീഡിയോ കട്ടായി പോയിക്കുന്നു. ഇളക്കി വെച്ചിട്ട് ഇതിനോടോ അങ്ങോട്ടേക്ക് നോക്കണേ. രാവിലേക്ക് ദോശ ഇടാൻ അപ്പം ഏതാ നോക്കാക്കണേ. ആ ബോക്സിലാണ് കേട്ടോ ചിക്കന്. വെള്ളം തേങ്ങാ വെള്ളം. കാക്കൊക്കെ വേണ്ടേ? കാക്കും കൂടെ അങ്ങനെ നമ്മൾ ഇന്ന് പത്തിരിക്ക് കൂട്ടാൻ മക്കളെ ചിക്കൻ തേങ്ങ വറുത്തരച്ച് കറി ഉണ്ടാക്കുകയാണ്. അതിനുള്ള തേങ്ങ ആണ് ഇപ്പോൾ പൊട്ടിച്ചത്. തേങ്ങ പൊട്ടിച്ചതിനുള്ള വെള്ളം ഞാനും മക്കളൊക്കെ കുടിച്ച് കിട്ടും. വെള്ളപ്പം ചൂടുകയാണെങ്കിൽ പിന്നെ നമ്മൾ പിറ്റേന്ന് വെള്ളപ്പം ചൂടുകയാണെങ്കിൽ തേങ്ങൻ്റെ വെള്ളം അവിടെ വെച്ചേക്കും, കുടിക്കൂല കേട്ടോ. നല്ല കുടിച്ചാൻ തോന്നിയ റാഹത്താണ്. രാവിലെ ദോശ ആയതിനെ കൊണ്ട് അതിനുള്ള ഉഴുന്നും അരിയൊക്കെ പുതിർത്തി വെച്ചതിനെ കൊണ്ട് പിന്നെ വെള്ളം ഞങ്ങൾ കുടിച്ച്. നമുക്ക് ജനുവാവക്ക് ചോറാണ് കേട്ടോ. ഓന് ചോറ് എടുത്ത് അന്ന് മന്തി ഉണ്ടാക്കിയല്ലോ. വൈകുന്നേരത്തേക്ക് ചോറൊന്നും അങ്ങനെ തിന്നിട്ടൊന്നുമില്ല. ഓന് മന്തിയൊക്കെ എടുത്ത് കൊടുത്ത്. കുറച്ച് കാബേജ് ഉണ്ടായിരുന്നു, അത് അരിഞ്ഞിട്ട് കേട്ടോ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട്. ആ തീമ്മലിട്ട് ഇങ്ങനെ ഇരിച്ചിക്കണേ വേഗമായി കിട്ടും, ചെറിയ രീതിയിലായി കിട്ടും. പിന്നെ വലിയ ബ്ലേഡമ്മിൽ വെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അവൻ വേഗം അരിഞ്ഞിട്ടു. നല്ല മൂർച്ചുള്ളതായിക്കണമെന്നേ ഉള്ളൂ. ഇതിൻ്റെ മൂർച്ച കിട്ടുവയ്ക്കണമെങ്കിൽ പിന്നെ നമ്മൾ മാറ്റി ബ്ലേഡ് ഇട്ടായിട്ടോ. അതിൻ്റെ പച്ചൻ്റെതായും ചുവന്ന ബ്ലേഡൊക്കെ ഇട്ട് കണ്ടില്ലേ. ഇതാട്ടും ഇങ്ങോട്ടൊക്കെ ആകെ മാറ്റിയിടുന്ന കേട്ടോ. ബ്ലേഡ് ഇങ്ങനെ വേറെ സെപ്പറേറ്റ് വാങ്ങിക്കൊണ്ടുവരുന്നതാണ്.
ഞാൻ തീമലൊക്കെ കാബേജ് കട്ട് ചെയ്ത് ഞാൻ ഉപ്പേരി ഉണ്ടാക്കണം. ഇനി പത്തിരിയും കറിയൊക്കെ അതും ഉണ്ടാക്കണം. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണേ. ഇതിപ്പോൾ ചെറിയൊരു വീഡിയോ ആട്ടോ, കൂടുതൽ ലെങ്ത്തൊന്നുമില്ല. അതുപോലെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്തോ കേട്ടോ. ഞാൻ മറുപടി തരാൻ ഇത്ര വൈകുന്നേ ഉള്ളൂ. എങ്കിലും ഞാനത് കണ്ട് കഴിഞ്ഞ് വൈകിയാലും മറുപടി തരും. ഇതൊന്നും ആരൊന്നും വിചാരിക്കരുത്. എനിക്ക് ടൈമില്ലാത്തത് കൊണ്ടാണ്. ആരെങ്കിലും കമൻറ്റ് ഞാൻ മറുപടി തരാത്തുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പിന്നെ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്കൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്, അതിന് മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തൃപ്തിയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളി. ആരൊക്കെ കടപ്പുറത്ത് പോയേ? നിങ്ങൾ വേറെ എവിടെയും പോയത്? ലുലു പോയില്ല? നെസ്റ്റോല് പോയില്ല? എന്നിട്ടാ അങ്ങനെ മക്കളെ രാത്രിയിലത്തെ നമ്മളെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി. രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരുമ്പയും കുളിക്കുകയൊക്കെ ചെയ്ത് അടുക്കളയൊക്കെ കയറുക കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് മുത്ത് ദോശയും ചട്ടിനിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. അവൻ ചായയൊക്കെ കുടിച്ചെങ്ങാൻ പുറത്തേക്ക് നോക്കിയത് അരിമലത്തെ പാറി പറന്ന് കളിക്കുന്ന പെരുമ്പെയിലുമാണ്. ക്ലിപ്പ് ഇട്ടാലൊക്കെ നിലത്തുണ്ടാവും. എന്ത് വെയിലാണെന്നറിയോ? 6:30 മണിക്കാണ് ഞാൻ കൊണ്ടുപോയി തിരുമ്പി ചിക്കി കേട്ടോ. അപ്പോൾ സമയം 9 മണിയായിട്ടേ ഉള്ളൂ. എന്നപ്പോഴൊക്കെ ഇറ്റാ വെയിലാണ്. ഈ സാധനങ്ങളാരോ കണ്ടുക്കോ മക്കളെ, ഇത് കോൺക്രീറ്റ് ചെയ്യുന്നൊരു മെഷീനാണ്. ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. എന്നപ്പോൾ നിങ്ങൾക്കൊന്ന് വീഡിയോ എടുത്ത് കാട്ടിത്തരല്ലോ എന്ന് വെച്ചാൽ കണ്ടോരും ഉണ്ടാകും, കാണാത്തവരൊക്കെ ഉണ്ടാകുമല്ലോ. ഞാനതല്ല ഇവിടെ വന്നൊരു ഫസ്റ്റ് കാണുകയാണ്. ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നൊരു വണ്ടിയിലിരുന്നും കൊണ്ടാണ് കേട്ടോ. വണ്ടി റോഡുമല്ല സൈഡിലിവിടെ അവിടുന്ന് കാണുന്നില്ല. പിന്നെ വേറെ വണ്ടിയിൽ അതിൻ്റെ കുമ്മായൊക്കെ കൂട്ടി കൊണ്ടുവരുന്നത്. അത് എത്രയോ വണ്ടി ഇങ്ങനെ വന്നും പോയും കളിക്കുന്നുണ്ട്. ആ വണ്ടിയിലൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെയുള്ള വണ്ടിയിലേക്ക് ആക്കി കൊടുക്കാൻ തോന്നുന്നുണ്ട്. എന്നിട്ട് ഈ കോയിലിൻ്റെ ഉള്ളിൽ കൂടിയ ആ കുമ്മായൊക്കെ എടുക്കാണോ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് അവിടേക്ക് വീഴുകയാണ്. അങ്ങനെ ഭാഗമാക്കി കൊണ്ടുവരാം കേട്ടോ. അതിങ്ങനെ വളിക്കുകയും ഒടിക്കുകയും തിരിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റിയ സാധനമാണ് കോയിൽ. നല്ല രസമുണ്ട് നോക്കിയത് കാണാനൊക്കെ. അപ്പോൾ തെറ്റാലെ കണ്ടോലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ ആദ്യമായിട്ട് കാണാൻ എനിക്കോട്ട് കാട്ടി തന്ന് ഈ സാധനത്തിലാട്ടോ കോൺക്രീറ്റ് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ വണ്ടി കാണാനുള്ള ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി വീഡിയോ എടുത്തില്ല. നമ്മൾ മുറ്റത്ത് നിന്ന് എടുത്ത വീഡിയോ ആണ് ഇതൊക്കെ. പുറത്തേക്ക് ഇറങ്ങി കാണാൻ നമ്മളെ നാട്ടിലത്തെ പോണല്ലല്ലോ ഇവിടെ. കുറേ ഒമാനികളും ബംഗാളികളും എല്ലാത്തലൊക്കെ ഉണ്ടാകും. പിന്നെ നമുക്കൊരു മടിയാണ് വീഡിയോ എടുക്കാനൊക്കെ. അങ്ങനെ ഞാൻ മുറ്റത്ത് നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് ഇപ്പോൾ എൻ്റെ മുകളിലത്തെ കാര്യങ്ങളൊക്കെ. അതിന് വണ്ടി ഞാൻ ആ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് എടുത്താണ്. അതാണ് വീഡിയോ കണ്ട് ഇഷ്ടമൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യും കേട്ടോ. കളർ കൊടുക്കുന്നത് ഇപ്പം അവിടെ കളർ കണ്ടിക്കല്ലേ മതി. കുഞ്ഞൻ കളർ കൊടുത്തിട്ട് മെച്ചിക്ക് ഫോട്ടോ തരികയാണ്. അല്ല ബുക്ക് നല്ലോണം എഴുതാണല്ലോ അവേ. ഇത് ഉപ്പച്ചി മക്കളും കൂടി നല്ല നെസ്റ്റോയിൽ പോയി വാങ്ങിക്കൊണ്ടുവന്ന കേട്ടോ. രാത്രി വല്ലാണ്ടും പോയിനോലും ഇപ്പോൾ ഉപ്പച്ചിനൊപ്പം അങ്ങനെ പോകുമല്ലോ. അതാവും വാങ്ങിക്കൊടുത്തതാണ്. എന്നിട്ട് ഓന് കളർ ചെയ്യുന്ന വീഡിയോ എടുത്ത് ഞാൻ യൂട്യൂബിൽ ഇടാൻ വേണ്ടി പറയാം എന്നോട്. ഇന്ത്യ കാണിച്ചോ? എടാ ഇന്ത്യ കാണിച്ചോ? എടാ ഓറഞ്ചോ? ഏതാ ഇന്ത്യ? INDIA ഇന്ത്യ.